ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ചു സ്പൈസ് ഗാർഡൻ. അപ്പം ഞാൻ പുതിയ ഒരു സർജറി സെൻറ്ററിൽ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേയുള്ള എംപ്ലോയി മെഡിക്കലാണ് ഇന്ന്. അപ്പം ഞാനിത് ബ്ലറാക്കിയത് ഇനിയിപ്പം അതിൻ്റെ എന്തെങ്കിലും പ്രൈവസി സംഭവങ്ങളൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ബ്ലറാക്കിയതാണ് കേട്ടോ. അപ്പം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതൊരു ക്ലിനിക്കിൻ്റെ അർജൻറ്റ് കെയർ ആണ്. ഞാനിവിടെ വന്നപ്പോഴേക്കും അവരെനിക്കൊരു സെറ്റ് ഓഫ് പേപ്പർ വർക്ക് തന്നു. അതെല്ലാം ഫില്ല് ചെയ്തു. അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്നെ വിളിച്ചു കേട്ടോ. ഇപ്പോൾ ഇത് ഇൻസൈഡുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നു. ഇവിടെ അകത്ത് കയറി വന്നിട്ട് ഫസ്റ്റ് യൂറിൻ ടെസ്റ്റ് ആയിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ യൂറിൻ ടെസ്റ്റ് എടുക്കുമ്പോൾ അവരൊരു ബോട്ടിൽ തരും. നമ്മുടെ ബാത്റൂമിൻ്റെ വെളിയിൽ അവർ വെയിറ്റ് ചെയ്യും. നമ്മൾ ഫ്ലഷ് ചെയ്യാനൊന്നും പാടില്ല. സാമ്പിൾ കളക്ട് ചെയ്തിട്ട് വെളിയിൽ അവരുടെ കൊടുത്തിട്ട് അവർ വന്ന് ബാത്റൂം നോക്കിയിട്ടാണ് അവർ ഫ്ലഷ് ചെയ്യുന്നത്. ഒരു മാൽ പ്രാക്ടീസും എടുക്കാതിരിക്കാൻ വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഫോണോ അങ്ങനത്തെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസോ ഒന്നും ബാത്റൂമിൽ കയറ്റില്ല. പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് അവിടുത്തെ ബ്ലഡ് എടുത്തു. ഹെപ്പറ്റൈറ്റിസ്, TB, MMR അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ടൈറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് അവരെടുത്തു. പിന്നെ ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയി ഐ ടെസ്റ്റ് ചെയ്തിട്ട് വന്നത് ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് ഡ്രഗ് ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഡോക്ടറല്ല, NP ആണ് വന്നത്. ഇവിടെ NPക്ക് നഴ്സ് പ്രാക്ടീഷണറിന് ഡോക്ടറിൻ്റെ ആ ഒരു അധികാരമൊക്കെ തന്നെയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം ഏത് ഡോക്ടേഴ്സ് ഓഫീസിലൊക്കെ ആണെങ്കിലും NPയും നമ്മുടെ അടുത്ത് വരാൻ ഇതുണ്ട്. അപ്പം NP ആണ് വന്നത്. പുള്ളി വന്നിട്ട് എൻ്റെ ഇയറും നോസും മൗത്തും സ്പൈനും അങ്ങനെ വേണ്ട മോട്ടോർ അങ്ങനത്തെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഈ ഒരു സർജറി സെൻറ്ററിൻ്റെ എംപ്ലോയി മെഡിക്കലാണ് ഞാനിപ്പോൾ വന്നത്. ഹോസ്പിറ്റലിന് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഡിഫറെൻ്റ് ആണ് കുറച്ചുകൂടെ. അപ്പം എനിക്ക് കൊണ്ടുവരേണ്ട ഒരു ഫോട്ടോ ID കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മുടെ വാക്സിനേഷൻ്റെയും ഷോട്ട്സിൻ്റെ ഒക്കെ റെക്കോർഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വീണ്ടും ബ്ലഡൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ കൊള്ളാം. അപ്പം ഇതെല്ലാം ക്ലിയർ ആവുകയാണെങ്കിലാണ് എനിക്ക് സ്റ്റാർട്ട് ഡേറ്റ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ മാനേജറുമായിട്ട് ടോക്ക് ചെയ്തിട്ട് ഈ ഒരു ഡേറ്റിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഇതെല്ലാം ക്ലിയർ ആവുകയും വേണം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ വേറെ ഒരുപാട് നഴ്സിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഇൻഫർമേഷൻ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഇവിടുത്തെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് US വരേണ്ടതും US ഹോസ്പിറ്റലിൻ്റെ സർജറി സെൻറ്ററിൻ്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. വന്നിരിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാതെ വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഒന്നും കഴിക്കാതെ വരണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ വിശന്നിട്ട് വയ്യ. എൻ്റെ വയറ് ചെക്ക് ചെയ്തപ്പോൾ പുള്ളി പറയണം ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച് എന്ന് പടപടപടാ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.